നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കോട്ടൂർ കാപ്പുകാട് ആനപ്പാർക്കിൽ അപകടം. ആനപ്പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് വെള്ളത്തിലേക്ക് അടിച്ചു താഴ്ത്തി. കോട്ടൂർ കാപ്പുകാട് ആനപ്പാർക്കിൽ ആനയെ കുളിപ്പിക്കുന്നതിനിടെ ഗുരുതര അപകടം. നെയ്യാർ ഡാം റിസർവോയറിൽ കുളിപ്പിക്കുമ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് ആനപ്പാപ്പാനെ വെള്ളത്തിലേക്ക് അടിച്ചു താഴ്ത്തുകയായിരുന്നു. ബാലരാമപുരം ഉച്ചക്കട സ്വദേശി 28 വയസ്സുള്ള വിഷ്ണു എന്ന ആനപ്പാപ്പാനാണ് അപകടത്തിൽപ്പെട്ടത്. കാൽ അസുഖം മൂലം വിശ്രമത്തിലായിരുന്ന മനു എന്ന ആനയുടെ പാപ്പാനാണ് വിഷ്ണു. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 സംഭവം. ആനയെ കുളിപ്പിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ആന വിഷ്ണുവിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് പാപ്പാന്മാർ ബഹളം വച്ചെങ്കിലും ആന ഉടൻ അവിടെ നിന്ന് പിന്മാറിയില്ല. തുടർന്ന് കൂടുതൽ പാപ്പാന്മാർ സ്ഥലത്തെത്തി ആനയെ മാറ്റിയ ശേഷമാണ് വിഷ്ണുവിനെ വെള്ളത്തിനടിയിൽ നിന്നും മുങ്ങിത്തപ്പി പുറത്തെടുത്തത്. ഉടൻ തന്നെ വിഷ്ണുവിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ കാലത്തെ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി 3 പേര് പോയതാണ്. വേറെ കൂടെ ആനകളുണ്ടായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആന മുകളിലോട്ട് കയറ്റി അപ്പോഴേ തന്നെ അത് കാലുകൊണ്ട് ഈ പാപ്പാനെ അടിച്ചങ്ങ് വെള്ളത്തിൽ തട്ടിയിട്ട് എന്നിട്ട് ചെന്ന് ചവിട്ടി തുമ്പി കൈ കൊണ്ട് അടിച്ച് ആയിട്ട് വലിയ ബഹളമൊക്കെ അവിടെ കാണിച്ചു എന്നതാണ് നമ്മൾ ആ ഫോറസ്റ്റ് ഓഫീസ് ചെന്നപ്പോഴത്തേക്ക് അവിടെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴേ തന്നെ മരണപ്പെട്ടു എന്നാണ് സ്ഥിരീകരിച്ചത്. വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി ആശ. ഞാൻ പർദോട് ഡിവിഷൻ ബ്ലോക്ക് മെമ്പറാണ്. നിഷ സജികുമാർ എന്നാണ് എൻ്റെ പേര്. ആനക്കുടിയിൽ ഇത്രയും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ഏരിയ എന്നുള്ളത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ റിലേറ്റീവ്സാണ് മരിച്ചത്. എന്തായാലും മനുഷ്യർ ആ വീട്ടുകാർക്കും ഞങ്ങൾ നാട്ടുകാർക്കും ഞങ്ങൾ ബന്ധുക്കൾക്കുമാണ് നഷ്ടം. അതേസമയം ആനയ്ക്കാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ സർക്കാരായി നിങ്ങൾ വിടുമോ? വിടില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ആനക്കുടിയിൽ ഒരു സംരക്ഷണം ഇല്ലാതെ ഇങ്ങനെ തൊഴിലാളികളെ വെച്ച് തൊഴിൽ ചെയ്യാൻ നിന്നാൽ എന്താണ് അറ്റം? അത് ആനക്കൊടിയെന്നല്ല, ഇപ്പം പേപ്പാറ വനമേഖല, പേപ്പാറ, മേമല, വിതുര ഭാഗത്ത് പൊടിയേക്കാല ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. മനുഷ്യൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ വീടടക്കമുള്ളത് പരന്തോട് മേഖലയാണ്, അതായത് പേപ്പാറ മേഖലയാണ്. ഒരു തരത്തിലുള്ള ജീവിക്കാനോ കൃഷി ചെയ്യാനോ ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ അവസ്ഥയിലേക്കാണ് പോകുന്നത്. വളരെ വളരെ കഷ്ടമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിൽ നിന്ന് ഒരു അപ്രതീക്ഷിതമായ ദാരുണ സംഭവം ഉണ്ടായി. അവിടെ മനു എന്ന് പറയുന്ന ആനയുടെ പാപ്പാൻ ശ്രീ വിഷ്ണു 2 വർഷക്കാലമായി ഈ മനു എന്ന് പറഞ്ഞ ആനയെ പരിപാലിക്കുന്നത് വിഷ്ണുവാണ്. ഇന്നിപ്പോൾ രാവിലെ ആനയെ കുളിപ്പിക്കുന്നതിന് ജലാശയത്തിൻ്റെ അരിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ആന പ്രകോപിതനായി പാപ്പാനായ വിഷ്ണുവിനെ നിലത്ത് തട്ടിയിട്ട് വലിച്ചിഴച്ച് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 10 മിനിറ്റോളം മറ്റ് പാപ്പാമാരെയോ മറ്റ് ഉദ്യോഗസ്ഥരെയോ അടുക്കാൻ കഴിയാത്ത തരത്തിൽ ഈ ആന വിഷ്ണുവിനെ വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി വെച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ശ്രീജിത്ത് എന്ന് പറഞ്ഞ മറ്റൊരു പാപ്പൻ വളരെ സാഹസികമായി വെള്ളത്തിനടിയിലൂടെ നീന്തി വന്ന് 10 മിനിറ്റിന് ശേഷം വളരെ ശ്രമകരമായ ഒരു അധ്വാനത്തിലൂടെയാണ് ശ്രീ വിഷ്ണുവിൻ്റെ ശരീരം അവിടെ നിന്ന് എടുത്തതെന്നാണ് അറിയുന്നത്. ഉടൻ തന്നെ അവർ ആനാട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ വന്നപ്പോൾ നിർഭാഗ്യവശാൽ വിഷ്ണു മരണപ്പെട്ടതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ജീവനക്കാരും ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ ഉണ്ട്. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം വിഷ്ണുവിൻ്റെ സ്വദേശമായ വെങ്ങാനൂരിലേക്ക് ബോഡി കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതാണ് ഈ വിഷയമായിട്ട് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫോണിലൂടെ വിവരം അറിയിച്ചപ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ഞാൻ കേട്ടത്. എന്നെ സംബന്ധിച്ച് വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലാണ്. വിഷ്ണുവിനെ സംബന്ധിച്ച് എനിക്ക് അടുത്ത ബന്ധമുള്ള എൻ്റെ ഒരു അടുത്ത ബന്ധു കൂടിയായ കുട്ടിയാണ്. അറിയാൻ കഴിഞ്ഞത് രാവിലെ ആനയെ കുളിപ്പിക്കുന്നതിന് വേണ്ടി റിസർവയറിലേക്ക് ആനകളെ പാപ്പാന്മാർ കൊണ്ടുപോയി കുളിപ്പിക്കുന്നതിനിടയിൽ ഇയാളെ പരിപാലനത്തിലുള്ള ആന ഇയാളെ തള്ളി താഴെയിടുകയും വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി വയ്ക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ ഒരു ദാരുണമായ അന്ത്യം സംഭവിച്ചത്. വളരെയേറെ വേദനാജനകമാണ്. ഇതറിഞ്ഞ ഉടൻ തന്നെ ഞാനും ഇവിടെ എത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇവിടെ ഉണ്ട്.
എന്തായാലും ഒരു നാടിനാകെ ഈ ചെറുപ്പക്കാരനായ വിഷ്ണുവിൻ്റെ മരണം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇയാളുടെ അച്ഛൻ്റെ നാട് മീനാങ്കലാണെങ്കിലും മീനാങ്കൽ സ്വദേശിയാണ്. ഇവർ ഇപ്പോൾ താമസിക്കുന്നത് വെങ്ങാനൂരാണ്. അച്ഛൻ്റെ കുടുംബം വെങ്ങാനൂരും അതുപോലെ മീനാങ്കലുമായിട്ടാണ്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് എല്ലാവർക്കും, ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അതുപോലെ വീട്ടുകാർക്കുമെല്ലാം കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ വാർഡനുമായി സംസാരിക്കുമ്പോൾ വാർഡൻ പറഞ്ഞത് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ജീവനക്കാരനായിരുന്നു വിഷ്ണു. അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത്, വനം വകുപ്പിൻ്റെ തൊഴിലാളി സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ കൂടി ഒരു അറിവോട് കൂടിയൊക്കെയാണ് അയാൾ ജോലിയിൽ പ്രവേശിച്ചത്. എന്നെ സംബന്ധിച്ച് വളരെയേറെ മാനസിക സംഘർഷം, കുടുംബത്തോടൊപ്പം ആ ദുഃഖം നിലനിൽക്കുകയാണ്. ഇനി മറ്റ് നടപടിക്രമങ്ങൾ വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരുമായി ചേർന്ന് നടത്തേണ്ടതുണ്ട്.